ഹലോ ഫാമിലി, വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഈ കപ്പൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടാണല്ലോ നമ്മളിപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ്. അവിടുത്തെ ബീച്ച് ഫെസ്റ്റും വണ്ടർഫോൾസും ഫ്ലവർ ഡെക്കറേഷൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഈ പുറത്തെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും പറന്നു പോയതാണ്. ഇവിടെ വണ്ടർഫോൾസ് നല്ല അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ ഇവിടെ വന്ന് കാണണം തോന്നി, അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വണ്ടർഫോൾസ് ആണ് ആദ്യം കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നനയും. അതുകൊണ്ട് നമ്മൾ അകത്തേക്ക് പോയി അകത്തെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് പുറത്തേക്ക് വന്ന് ഇവിടെ വന്നിട്ട് ഈ വണ്ടർഫോൾസിൽ കയറാം എന്നാണ് പിള്ളേരോട് പറഞ്ഞേക്കുന്നത്. വണ്ടർഫോൾസ് കഴിഞ്ഞാൽ നമ്മൾ കയറുന്നത് ഇവിടെ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ കാണുന്നത് പോലെ രണ്ട് സൈഡിലും വീടുകളും സീറ്റിങ്സും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഒരു ബണ്ണിക്കുട്ടൻ നിപ്പുണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനും കൂടെ കളിക്കാനൊക്കെ. അങ്ങനെ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് ആ ഒരു ഫ്ലവർ ഷോയുടെ ഇതിലേക്കാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണെങ്കിലും അത് നിൽക്കുന്നത് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെയും രണ്ട് ഗൊറില്ലാസ് നിപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണെങ്കിലും ഇത് വേണ്ടിയിരുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു നോർമൽ ഡ്രസ്സ് ഇട്ട് പോലും നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവര് ഇത്രയും കട്ടിയുള്ള ഈ ഗൊറില്ല കുപ്പായൊക്കെ ഇട്ട് നടക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ട് ഇനി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിന്റെ പല പല ഡെക്കറേഷൻസ് ആണ് കാണാനുള്ളത്. അപ്പം നമുക്ക് അതെല്ലാം കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ആസ് യൂഷ്വൽ എല്ലാ ഫെസ്റ്റിലും ഉള്ളതുപോലെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു പഴയകാല മുട്ടായിയുടെ ഷോപ്സ് ഉണ്ടായിരുന്നിടത്ത് കയറി കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുളിമുട്ടായി, സിഗരറ്റ് മുട്ടായി, അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് അവിടെ വണ്ടർഫോൾസിന്റെ അടുത്തേക്കാണ്. പിള്ളേർക്ക് വണ്ടർഫോൾസിൽ ചാടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു DJ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് അവർ വണ്ടർഫോൾസിലേക്ക് പോയത്. വണ്ടർഫോൾസിൽ പോകുന്നതൊക്കെ കൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ ഡ്രസ്സ് കരുതുന്നത് നല്ലതായിരിക്കും. ഈവൻ നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പോലും പുറത്ത് നല്ല കാറ്റടിച്ചിട്ട് നമ്മൾ നനയാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയില്ല എന്ന് ഓർത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കേണ്ട. അവിടെ ഒരുപാട് ഷോപ്സിൽ ഡ്രസ്സസും അവൈലബിൾ ആണ്. പിന്നെ അവിടെ ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ഒക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. വണ്ടർഫോൾസ് ഒക്കെ കാണാൻ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ജയന്റ് വീലിലും ബോട്ട് റൈഡിലും 2 തവണ റൈഡ് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ബോട്ടിൽ ഒരു തവണ കയറിയെങ്കിലും ജയന്റ് വീലിൽ 2 തവണ കയറി. വേറെ ഒന്നിനുമല്ല, ശരിക്കും നന്നായിട്ടൊന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. ഈ ഒരു ഫെസ്റ്റ് മെയ് 10 വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.